പിണറായി വിജയൻ കഴിഞ്ഞാൽ ആരാണ് CPM-നെ നിലനിർത്താനുണ്ടാവുക, ഒരു വലിയ നേതാവ്? നമ്മൾ മാർക്സിസ്റ്റ് പാർട്ടിയെ പറ്റി പഠിച്ചു കഴിഞ്ഞാൽ അതൊരു കാഡർ പാർട്ടിയാണ്. കാലാകാലങ്ങളിൽ അതിനെ നയിക്കാൻ ഉള്ള ഒരു സംവിധാനമാണ്. അതിന് സെക്രട്ടറി ആരാണെന്നോ മുഖ്യമന്ത്രി ആരാണെന്നൊന്നും മുമ്പ് ചിന്താഗതി ഉണ്ടായിരുന്നില്ല. ആ സംവിധാനത്തിൽ അവർക്ക് കൃത്യമായിട്ടുള്ള സെക്രട്ടറിയും കൊണ്ട് നയിക്കാനുള്ള ആളുകളും ഉണ്ടായിരുന്നു. എന്നാൽ 2005 ശേഷം പിണറായി വിജയൻ സെക്രട്ടറി ആയ ശേഷം അന്ന് VS അച്യുതാനന്ദനായിരുന്നു പ്രതിപക്ഷത്തുള്ളത്. പിണറായി വിജയൻ പാർട്ടിയെ നയിക്കാനും അങ്ങനെ പാർട്ടിയെ നയിക്കുന്നതോടൊപ്പം പിണറായി വിജയൻ ചെയ്തത് ഘട്ടം ഘട്ടമായിട്ട് അതിൻ്റെ ചിറക് വെട്ടി അതിൽ എതിരാളികളായ ആളുകളെ ഇല്ലാതാക്കി VS അച്യുതാനന്ദനെ അവസാനം ഇലക്ഷന് ഇരിക്കാൻ വേണ്ടി ശ്രമിച്ചു. എപ്പോൾ? 2006 ജനുവരി 2006 ഇലക്ഷനിൽ. പക്ഷേ ജനം കൂട്ടമിളകി, പാർട്ടിയിലെ അണികൾ ഇളകി, പാർട്ടി മെമ്പർമാരും പോലും പുറത്തിറങ്ങി. അപ്പോൾ അവസാനം കേന്ദ്ര കമ്മിറ്റിക്ക് ഇടപെട്ടിട്ട് പോളിറ്റ് ബ്യൂറോ ഇടപെട്ടിട്ട് VS അച്യുതാനന്ദനെ മത്സരിപ്പിക്കേണ്ടി വന്നു. VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായി. എന്നാൽ VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായ ശേഷം അദ്ദേഹത്തിനെ പാർട്ടിയായിരുന്നു നിയന്ത്രിച്ചിരുന്നത്. അദ്ദേഹത്തിന് യാതൊരു അധികാരവും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ ഇരുന്നു. എന്നിട്ടും അദ്ദേഹം പല കാര്യങ്ങളും ചെയ്തു. അതായത് മൂന്നാറിലെ കയ്യേറ്റം ഒഴിപ്പിക്കുന്നതിൽ അദ്ദേഹം 3 പൂച്ചകളെ ഇറക്കിക്കൊണ്ട് അദ്ദേഹം നടത്തിയ ധീര പോരാട്ടങ്ങൾ ചരിത്രത്തിൽ രേഖപ്പെടുത്തേണ്ടതാണ്. കാരണം അവിടെയുള്ള ഭൂമി കയ്യേറിയിട്ടുള്ള മാഫിയകളെ നിയന്ത്രിക്കാൻ വേണ്ടി അദ്ദേഹം നടത്തിയ പോരാട്ടം ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിന്നീട് വീണ്ടും നമ്മുടെ പെരിയാറിലൂടെ വെള്ളമൊഴുകിപ്പോയി. ഘട്ടം ഘട്ടമായിട്ട് പിണറായി വിജയൻ പാർട്ടിയെ കയ്യിലേക്ക് പൂർണ്ണമായിട്ട് ഒതുക്കിക്കൊണ്ടുവരുന്ന കാഴ്ചയാണ് ഉണ്ടായിട്ടുള്ളത്. 2011 മുതൽ 2016 വരെ ഭരിച്ചത് ഉമ്മൻചാണ്ടിയായിരുന്നു. ആ കാലഘട്ടത്തിൽ പാർട്ടിയെ ശക്തമായി സജ്ജീകരിക്കുന്നതിൽ പിണറായി വിജയൻ വിജയിച്ചിരുന്നു. എന്തിന്? അവസാനം ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മഹാനായ നീതിമാനായ മനുഷ്യൻ കേരളത്തിൽ വികസനങ്ങളുടെ പറുദീസ കൊണ്ടുവന്നപ്പോൾ കൊച്ചിയിൽ മെട്രോയും തിരുവനന്തപുരത്ത് വിഴിഞ്ഞം പോർട്ടും കണ്ണൂരിൽ എയർപോർട്ടും അടക്കമുള്ള വികസനങ്ങളും പാലങ്ങളുടെ ദ്രുതഗതിയിലുള്ള വലിയ വലിയ പാലങ്ങളടക്കം നിർമ്മാണമൊക്കെ നടത്തി കേരളത്തെ പുതിയൊരു ലോകത്തിലേക്ക് കൊണ്ടുവന്നപ്പോൾ അതിനെ മറികടക്കാൻ പിണറായി വിജയൻ കണ്ട വഴി എന്ന് പറയുന്നത് സരിതാ നായർ എന്ന് പറയുന്ന തട്ടിപ്പുകാരിയെ ഉമ്മൻചാണ്ടി ലൈംഗികമായി ഉപയോഗിച്ചു എന്നൊരു കള്ളക്കഥയുണ്ടാക്കി അതിനെ വലിയ തോതിൽ പ്രചരണം നടത്തി തിരുവനന്തപുരത്തടക്കം 10,000 ലക്ഷക്കണക്കിന് ആൾക്കാരെ കൊണ്ട് വളപ്പിച്ച് അവിടെ സെക്രട്ടറി വളപ്പിച്ച് അവിടെ മലമൂത്ര വിസർജനം നടത്തി കേരളത്തിൽ മുഴുവൻ വലിയ പ്രശ്നമാക്കി മാറ്റി. സത്യത്തിൽ ഉണ്ടയില്ലാത്ത വെടിയായിരുന്നു അതെന്ന് സാധാരണ പോലും വിശ്വസിക്കാത്ത രൂപത്തിൽ സത്യമാണെന്ന് വിശ്വസിപ്പിക്കാൻ അദ്ദേഹം വിജയിച്ചു. അങ്ങനെ ഉമ്മൻചാണ്ടി ഗവൺമെൻറ് പരാജയപ്പെട്ടു. 91 സീറ്റോട് കൂടിയിട്ട് LDF അധികാരത്തിൽ. അതിനും ആരെയെ ഉപയോഗിച്ചത്? VS അച്യുതാനന്ദനെയാണ്. എന്നാൽ VS അച്യുതാനന്ദനെ അദ്ദേഹം വെട്ടിമാറ്റി. അദ്ദേഹത്തിന് മുഖ്യമന്ത്രി സ്ഥാനം കണ്ടിന്യൂഷൻ കൊടുക്കാമെന്നുള്ള വാഗ്ദാനം വെട്ടിമാറ്റി അദ്ദേഹം തന്നെ മുഖ്യമന്ത്രിയായി. പിന്നീട് കണ്ടത് അദ്ദേഹം ആ ഭരണത്തിൽ അന്ന് പ്രമുഖരായ ആളുകളെയെല്ലാം മന്ത്രിമാരാക്കിയിരുന്നു. തോമസ് ഐസക്കും EP ജയരാജനും അങ്ങനെയുള്ള G സുധാകരനും അടക്കമുള്ള പ്രമുഖരായ ശക്തരായ ശൈല ടീച്ചറെ പോലുള്ള ആളുകളൊക്കെ ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിലാണ് എന്ത് വന്നത്? ഈ കോവിഡ് വന്നത്. ഈ കോവിഡ് അപ്പോഴും പാർട്ടി എന്ന് പറയുന്നത് പിണറായി വിജയൻ്റെ കൈപ്പിടിയിൽ ഒതുങ്ങുന്നൊരു സ്ഥാനമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഇഷ്ടപ്പെട്ട ആൾക്കാരെ ആരാക്കുന്നു? സെക്രട്ടറിമാരാക്കിക്കൊണ്ടാണ് മുന്നോട്ട് പോയത്. പിണറായി വിജയൻ ഇഭാഗത്താകുമ്പോൾ പാർട്ടി അദ്ദേഹത്തിൻ്റെ കൈവശമായിരുന്നു. മുമ്പ് പാർട്ടി സെക്രട്ടറിൻ്റെ കയ്യിലും പാർട്ടി സെക്രട്ടറിൻ്റെ കയ്യിലായിരിക്കും ഭരണം. ഇത് മുഖ്യമന്ത്രിയുടെ കയ്യിലായിപ്പോയി പാർട്ടി. അങ്ങനെ വന്ന് 2021 ആയപ്പോൾ പാർട്ടി കൈവശമുള്ള പിണറായി വിജയൻ തൻ്റെ എന്ത് വൃത്തികേടുകൾക്കും കൃത്യമായി കൂട്ടുനിൽക്കുന്ന ഒരു പാർട്ടിയെ ആക്കി മാറ്റി, തൻ്റെ തമ്മാടിത്തരങ്ങൾക്കെല്ലാം കൂട്ടുനിൽക്കുന്ന പാർട്ടിയാക്കി മാറ്റി അദ്ദേഹം കൃത്യമായി മുന്നോട്ട് പോയി. 2021 ആയപ്പോൾ ആണ് കോവിഡ് വരികയും കോവിഡ് സമയത്ത് കിറ്റും പെൻഷനും കൊടുത്ത് തട്ടിപ്പ് നടത്തി ജനങ്ങളെ പറ്റിച്ച് അദ്ദേഹം വീണ്ടും അധികാരത്തിൽ വന്നത്. തൻ്റെ കൗശലങ്ങൾ, തൻ്റെ തന്ത്രങ്ങൾ വിജയിച്ചു എന്ന് മനസ്സിലാക്കിയോടുകൂടി അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹത്തിന് പാരയായിട്ടുള്ള നേതാക്കന്മാർക്ക് സീറ്റ് കൊടുത്തില്ല എന്ന് മാത്രമല്ല, P ജയരാജനും ഈ MV ജയരാജനും അടക്കമുള്ള നേതാക്കന്മാർക്കും അതേപോലെ G സുധാകരൻ അടക്കമുള്ള നേതാക്കന്മാർക്കും AK ബാലൻ അടക്കമുള്ള നേതാക്കന്മാർക്ക് തന്നെ സീറ്റ് നിഷേധിച്ച് അവിടേക്ക് പുതിയ സ്ഥാനാർത്ഥികളെ കൊണ്ടുവന്നു. അദ്ദേഹം ആ കാര്യത്തിലും വിജയിച്ചു തന്ത്രപരമായിട്ട്. ഇതിൽ മറ്റു കാര്യങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് പറഞ്ഞു വരുന്നത്, അപ്പോൾ എന്തായി? അദ്ദേഹത്തിൻ്റെ കൈവശം പാർട്ടിയായി. അതോടൊപ്പം ഭരിക്കുന്ന ആളുകളിൽ പുതിയ ആളുകളെ കൊണ്ടുവന്ന് അദ്ദേഹം
അയാളെ റബ്ബർ സ്റ്റാമ്പ് മാത്രമാക്കി മന്ത്രിമാരെ മാറ്റി. എന്ത് തെമ്മാടിത്തരവും കാണിക്കാവുന്ന സ്ഥിതിയിലേക്ക് കൊണ്ടുവന്നു. അപ്പം പാർട്ടിയിലെ രണ്ടാം നിര നേതാക്കന്മാരെ കംപ്ലീറ്റ് വെട്ടിമാറ്റി അദ്ദേഹം. പാർട്ടിയിൽ നിന്ന് വെട്ടിമാറ്റി, ഭരണത്തിൽ നിന്ന് മാറ്റി. പിന്നെ ആരാണ്? പിണറായി വിജയനും ഒരു മൂന്നാം നാലാം ഘട്ടത്തിൽ നിൽക്കുന്ന നേതാക്കന്മാരും. അപ്പം പാർട്ടിയെ നയിക്കാൻ അദ്ദേഹം കൊണ്ടുവച്ചത് ഗോവിന്ദനാണ്. ആ ഗോവിന്ദനൊക്കെ അദ്ദേഹത്തിൻ്റെ കാൽപ്പടി ഒന്ന് കാല് കഴുകുന്ന ഒരാൾ മാത്രമാണ്. ഇപ്പൊ കണ്ണൂരിൽ പോലും പാർട്ടിന്റെ വിഭാഗീയത ശക്തമായിരിക്കുകയാണ്. ഇപ്പൊ പല നല്ല സഖാക്കളും പറയുന്നത് ഇത്തവണ ഞങ്ങൾ പിണറായിക്ക് വോട്ട് ചെയ്തിട്ടില്ല എന്നാണ്. അതേപോലെ തന്നെ അതുകൊണ്ട് തന്നെ CPM വലിയ തകർച്ച കണ്ണൂര് അവരുടെ ഹെഡ്ക്വാർട്ടേഴ്സിൽ തന്നെ നേരിടാനുള്ള സാധ്യതയുണ്ട്. അവിടെയാണ് P ജയരാജൻ, താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ രണ്ടാം നിര നേതാക്കളെ മുഴുവൻ വെട്ടി നിർത്തിയല്ലോ. P ജയരാജനോട് കാണിച്ചത് ശരിക്കും പറഞ്ഞ വലിയൊരു ക്രൂരതയല്ലേ? ഞാൻ പറഞ്ഞു വന്നത് അതാണ്. അതായത് പിണറായി വിജയൻ്റെ ഇലക്ഷന് നിർത്തിയത് മുഴുവൻ തൻ്റെ സിൽബന്ധികളെ മാത്രം, പാർട്ടിയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൈപ്പിടിയിൽ മാത്രം. ഈ സന്ദർഭത്തിൽ അദ്ദേഹത്തിന് വയസ്സായി ഇലക്ഷനിൽ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന കാര്യമാണെന്നാണ് ഞാൻ പറയുന്നത്. ഇലക്ഷന് വന്നു കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോണത്, ഈ പാർട്ടി വലിയ തോതിൽ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ ഈ പാർട്ടി പിളരും. കാരണം പിണറായി വിജയനെ അംഗീകരിക്കുന്ന ഒരു വിഭാഗവും ഗുണ്ടാ മാഫിയ വിഭാഗവും നല്ലവരായ കമ്മ്യൂണിസ്റ്റുകാർ, പഴയകാല കമ്മ്യൂണിസ്റ്റുകാർ വേറൊരു ഭാഗവുമായിട്ട് മാറി അധികം താമസിയാതെ പാർട്ടിക്കുള്ളിൽ വലിയ വിസ്ഫോടനം ഉണ്ടാവുകയും പാർട്ടി പിളരും. പാർട്ടി പിളർന്നിട്ട് പിണറായി വിജയനെ തള്ളുന്ന ഒരു പാർട്ടിയും പിണറായി വിജയനെ നിലനിർത്തുന്ന ഒരു പാർട്ടിയുമായി മാറും. അതിനിടയിൽ പിണറായി വിജയൻ ഇവിടെ നിലനിൽക്കില്ല എന്നുള്ളതൊക്കെ സെക്കൻഡറിയാണ്. അത് മറ്റൊരു വശമാണ്, സെക്രട്ടറി അല്ല, മറ്റൊരു വശമാണ്. അതായത് കേന്ദ്രത്തിൽ പിണറായി വിജയന് ഭയങ്കര സ്വാധീനമാണ്. കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം BJPയെ കയ്യിലെടുത്ത് അദ്ദേഹത്തിനെതിരെ കേസുകളൊന്നും തൊടാതെ നിൽക്കുകയാണ്. പക്ഷെ പരാജയപ്പെട്ടാൽ പിണറായി വിജയൻ ഒരു പാഴ്വസ്തുവാണ് അവർക്ക്, കേന്ദ്രത്തിന്. അവർ പിണറായി വിജയനെതിരെയുള്ള എല്ലാ കേസുകളും എടുക്കും. BJPയെ വളർത്താൻ പിണറായി വിജയൻ അറസ്റ്റ് ചെയ്യുകയാണ് നല്ലതെന്ന് മനസ്സിലാക്കി കൃത്യമായിട്ട് കാര്യങ്ങൾ നീക്കും. അപ്പോൾ ആ സന്ദർഭത്തിൽ എന്താവും? അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യും. അപ്പോൾ അതിനു മുമ്പ് അദ്ദേഹം ഇവിടുന്ന് മുങ്ങുമായിരിക്കാം. അപ്പോൾ ഈ സന്ദർഭത്തിൽ പാർട്ടി പിളർന്ന് തമ്മിൽ തല്ലി കഷ്ണം മുറിഞ്ഞ്, മുമ്പ് കൗരവർ എങ്ങനെയാണോ തമ്മിൽ തല്ലി ചത്തത്, അതേപോലെ തമ്മിൽ തല്ലി തകരുന്ന ഒരു പാർട്ടിയായി മാറും. ഈ പാർട്ടി പല ഭാഗങ്ങളായി തിരിയും. നേതൃത്വമില്ലാത്ത, കൂട്ടിയോജിപ്പിക്കാൻ പറ്റാത്ത വിധത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളുമായിട്ട് ഈ പാർട്ടി ഒരു ഭാഗം BJPക്ക് പോകും, ഒരു ഭാഗം കോൺഗ്രസിലേക്ക് പോകും, ഒരു ഭാഗം വേറെ പാർട്ടിയായി മാറും. പല 1, 2, 3 പാർട്ടിയായിട്ട് ഇത് മാറാൻ സാധ്യതയുണ്ട്. ബംഗാളിലും ത്രിപുരയിലും തകർന്നേക്കാൾ വേഗത്തിൽ ഈ പാർട്ടി ഇല്ലാതാക്കും. ഇതിലിപ്പം കൂട്ടിയോജിപ്പിക്കുന്ന ഒരാൾ ഉണ്ടാവില്ല എന്നാണോ പറഞ്ഞത്? ആരാണുള്ളത്? നിലവിൽ ആരെങ്കിലും ഉണ്ടോ? ഒരാളും ഇല്ലല്ലോ. അവർ കൂട്ടിയോജിപ്പിക്കുന്ന ആളൊക്കെ വെട്ടിമാറ്റി പല ഭാഗങ്ങളായി താഴെ തട്ടിൽ എവിടേക്കോ കിടക്കല്ലേ. അവർക്ക് ഈ പാർട്ടിയെ MA ബേബി ഇല്ലേ? MA ബേബി ആരാണ് വില വെക്കുന്നത്? ഇവിടുന്ന് കൊടുക്കുന്ന അന്നം കൊണ്ട് അവിടെ ജീവിക്കുന്നതല്ലാതെ MA ബേബിനെയൊക്കെ ആരെങ്കിലും നേതാവായി കണ്ടിട്ടുണ്ടോ? അദ്ദേഹത്തിന്റെ എന്തെങ്കിലും കാര്യങ്ങൾ ഈ ഇലക്ഷനിൽ അത് പ്രതിഫലിച്ചിട്ടുണ്ടോ? എത്ര ആൾക്കാരെ വെട്ടിമാറ്റി MA ബേബിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ലല്ലോ. അദ്ദേഹം ഒരു അവിടെ നിൽക്കുന്നു. അദ്ദേഹത്തിന് ആരും വിലയില്ലാത്തൊരു നേതാവാണ്. പിന്നെ എങ്ങനെ അദ്ദേഹം ഇവിടെ നിയന്ത്രിക്കാൻ പോണത്? ശുദ്ധീകരിക്കാൻ പറഞ്ഞാൽ ഈ പാർട്ടി ഇല്ലാതാവാൻ പോവാണ്. അല്ല, യുവാക്കളെയൊക്കെ ഹഠാത് ആകർഷിക്കുന്ന സ്വരാജ് ഉണ്ട്. എം സ്വരാജ് ആരാണ്? അയാള് അയ്യപ്പനെ കൊണ്ട് ഒരു കല്യാണം കഴിപ്പിച്ചിട്ടുണ്ടല്ലോ. ആരൊക്കെ ഉണ്ട്? മാളികപ്പുറത്തമ്മേനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ച് അല്ല തന്നെ മുഖം വികൃതമായി നിൽക്കുന്ന ഒരാളാണ്. ആർക്കും വലിയില്ലാത്തൊരു സാധനമാണ് സ്വരാജ്. പിന്നെ ആരാണ്? സ്വരാജിനെ കണ്ടിട്ടാണോ പാർട്ടി മുന്നോട്ട് EMS AKG, സുന്ദരി, VS അച്യുതാനന്ദൻ, ഗൗരിയമ്മ, അങ്ങനെ എണ്ണമറ്റ നേതാക്കന്മാർ ഇരുന്ന സീറ്റുകളിലാണ് വന്നിരിക്കുന്നവര്. ഇവർക്ക് ജനങ്ങളുമായി യാതൊരു ബന്ധവുമില്ല. എപ്പോഴെങ്കിലും ഒരു പ്രസ്താവന, ഒരു FB പോസ്റ്റ് ഇല്ലാതെ വേറെ എന്ത് ബന്ധങ്ങളാണുള്ളത്? ഉണ്ടോ? അപ്പം പാർട്ടി സമ്പൂർണമായ പരാജയത്തിലേക്ക് മാത്രമല്ല സമ്പൂർണമായ തകർച്ചയിലേക്കും തല്ലി പിരിയും. കാരണം അതിന് ലക്ഷ്യങ്ങളൊക്കെ മാറിപ്പോയി. അല്ല, ഇപ്പൊ ഗോവിന്ദമാഷിന് ഒരു ആഗ്രഹം ഉണ്ടാവില്ലേ മുഖ്യമന്ത്രി ആവണമെന്ന് ആഗ്രഹം? പക്ഷേ അതിന് പാർട്ടി സജ്ജമാവണ്ടേ? അതിന് അദ്ദേഹത്തിന്റെ നാട്ടിൽ തന്നെ എന്തുകൊണ്ടാണ് നല്ലവരായ കമ്മ്യൂണിസ്റ്റുകാർ ഇറങ്ങി തിരിച്ച് അദ്ദേഹത്തിനെതിരെ പോരാട്ടം തുടങ്ങിയത്? അദ്ദേഹത്തിന്റെ മകൻ ക്രിമിനലാണെന്നും അദ്ദേഹത്തിന്റെ മകൻ ഒരു കേസിൽ പ്രതിയാണെന്നും അറിഞ്ഞുകൊണ്ടാണ് പിണറായി വിജയൻ അദ്ദേഹത്തെ നിയന്ത്രിക്കുന്നത്. ആന്തൂർ സാജനെ കൊന്ന സ്വന്തം ഭാര്യയല്ലേ അവിടെ, സ്വന്തം ഭാര്യയെ ആരെങ്കിലും മത്സരിപ്പിക്കാൻ വെക്കുമോ? നാണം കെട്ട വിധത്തിലല്ലേ അദ്ദേഹം നടക്കുന്നത്? അപ്പം പാർട്ടി ഇല്ലാതാകാൻ പോകുന്നതിൻ്റെ ലക്ഷണങ്ങളാണ് നമ്മളെ മുന്നിലുള്ളത്.
അവസാനം പിണറായി വിജയൻ ഇതൊന്നും നടന്ന ഒരു പ്രശ്നമല്ല. തനിക്ക് ശേഷം പ്രളയം വന്നാലൊന്നും പ്രശ്നമില്ല. കാരണം അദ്ദേഹം കോടാനുകോടി രൂപ വിദേശത്തുണ്ടാക്കി വെച്ചിട്ടുണ്ട്. മകൻ വിദേശത്തുണ്ട്, മോളും അങ്ങോട്ട് പോകും, കുടുംബം അങ്ങോട്ട് പോകും. ഇപ്പൊ പാർട്ടിയിലെ ഉന്നതനായിട്ടുള്ള ഒരു നേതാവ് അദ്ദേഹമാണ് കണ്ണൂരിൽ ചരട് വലിച്ചത് എന്ന റിപ്പോർട്ടുകളൊക്കെ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു, അത്തരത്തിലുള്ള ആരോപണങ്ങൾ. അപ്പം പി ജയരാജനാണോ ഇപ്പം പടപൊരുത്തുന്നത് താഴെത്തട്ടിൽ? പി ജയരാജൻ, ഇ പി ജയരാജൻ, എം വി ജയരാജൻ ഒക്കെ തന്നെ അവിടെ നന്നായിട്ട് പണി ഒപ്പിച്ചിട്ടുണ്ട്. കാരണം അവരൊക്കെ വെട്ടിമാറ്റിയല്ലോ. അവർക്ക് എന്താ സ്ഥാനവും വിലയും എന്താ ഉള്ളത്? എം വി ജയരാജന്റെ പാർട്ടി സെക്രട്ടറി സ്ഥാനം കൂടെ ഒഴിവാക്കി. എന്തിനാ എം എൻ ഷംസീറിനെ അവിടെ മത്സരിപ്പിക്കാൻ, എൻ ഷംസീറിനെ മത്സരിപ്പിക്കാൻ പോലും തയ്യാറായിട്ടില്ല. പിന്നെ എങ്ങനെയാണ് മുഖ്യമന്ത്രി മരുമോൻ വരണം, അതിന് എൻ ഷംസീറിനെ വെട്ടി? പാരമ്പര്യം ആർക്കാണ്? കൂടുതൽ സീനിയോറിറ്റി ആർക്കാണ്? സ്പീക്കർ അയാളല്ലേ. ഒരു പരിചയസമ്പന്നനായ ഒരാളെ വേറൊരാളെ കൊണ്ടുവച്ചിട്ടുണ്ടോ പിണറായി? ഇപ്പൊ പേരാമ്പ്രയിൽ എന്തായാലും ശൈലജ ടീച്ചർ തോക്കുമല്ലോ. പേരാവൂരിൽ പേരാവൂർ. അപ്പൊ പേരാവൂർ തോൽക്കും ഉറപ്പായിട്ടും, യാതൊരു സംശയവുമില്ല. അതിന് വേണ്ടിയിട്ടാണല്ലോ അവിടെ കൊണ്ടിട്ടത്. അല്ലെങ്കിൽ ഉളുപ്പ് മാനമുള്ള ഒരാളാണെങ്കിൽ അവിടെ പേരാവൂരിൽ പോയി നിൽക്കുക ശരിക്കും ശൈലജ ടീച്ചർ? മട്ടന്നൂർ നിൽക്കണ്ടേ? അവരെ മന്ത്രി കഴിഞ്ഞ വർഷം എന്തുകൊണ്ട് ആരോഗ്യമന്ത്രിയില്ല? അതുകൊണ്ടല്ലേ വീണ ജോർജിനെ കൊണ്ട് ഇത്രയധികം ദുരന്തം കേരളത്തിലുണ്ടായത്. പിണറായി വിജയന് പോലും ദുരന്തം ഉണ്ടായില്ല. അവസാനം എന്തൊക്കെ കള്ളത്തരങ്ങൾ എഴുന്നള്ളിച്ചു. കണ്ണൂരിൽ പോയി കള്ളത്തരം എഴുന്നള്ളിച്ചല്ലേ. എന്നിട്ട് എന്തായി അവസാനം? ഇപ്പം നാണം കെട്ട് തല പൊക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് പാർട്ടിയും പിണറായി അടക്കം. പിണറായിക്കാണ് ഉളുപ്പില്ലായിരിക്കാം, എന്ത് കണ്ടാലും അത് പ്രശ്നമല്ല. തനിക്ക് കിട്ടണം പണം, അധികാരം എന്നുള്ളത് മാത്രമാണ് പിണറായിയുടെ ലക്ഷ്യം. ഇത് പാർട്ടി എന്ന് പറഞ്ഞാൽ ആശയങ്ങളില്ലാത്ത പാർട്ടിയാണ്. ആമാശയത്തിന് വേണ്ടി ഏത് വഴിവിട്ട ബന്ധങ്ങളും വഴിവിട്ട രീതികളും ഉപയോഗിക്കുന്ന പാർട്ടി. അത് പാർട്ടി ഇല്ലാതെ തീർന്നു. നോക്കിക്കോളൂ, ഇതാണ് ഉണ്ടാവാൻ പോണത്. ഞാൻ എന്താണോ 2005 പറഞ്ഞത്, ലാവ്ലിംഗ് കേസ് സുപ്രധാന രേഖകൾ പുറത്തുവിട്ടുകൊണ്ട് കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതി വീരൻ പിണറായി വിജയൻ പാർട്ടിയുടെ അന്തകൻ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞത്. അതേ അന്തകനായി കൃത്യമായി 2026 ആകുമ്പോഴേക്ക് മാറാൻ പോവുകയാണ്. കേരളത്തിലെ പാർട്ടിയെ പൂർണ്ണമായി നശിപ്പിച്ചിരിക്കും പിണറായി വിജയൻ. കാരണം അദ്ദേഹത്തിന് പാർട്ടി ആവശ്യമില്ല, നേടാനുള്ള നേടിക്കഴിഞ്ഞു. ഇവിടെ പാർട്ടി നന്നായിട്ടും ജനങ്ങൾ നന്നായിട്ട് അദ്ദേഹത്തിന് മണ്ണാങ്കട്ടിയുമില്ല. അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ മക്കളും കുടുംബവും ഇവിടുന്ന് വിദേശത്തേക്ക് പോകും. എന്നിരുന്നാലും കേന്ദ്ര ഗവൺമെൻറ് കൃത്യമാണെങ്കിൽ അദ്ദേഹത്തെ തൂക്കിയെടുത്ത് കൊണ്ടുവരും. അത് നമുക്കറിയില്ല.